പ്രിയദർശിനി ബസ് എന്നുള്ളത്. ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. എന്നാൽ ഒരു സാധാരണ പുരുഷ യാത്രക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. കേരളത്തിലെ പബ്ലിക്കും പ്രൈവറ്റ് ബസ്സുകളിലും ഓൾറെഡി സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസിനുണ്ട്, ഭിന്നശേഷിക്കാർക്കുണ്ട്, അമ്മയും കുഞ്ഞും, അങ്ങനെ പലതരത്തിലും റിസർവേഷൻ സീറ്റുകളുണ്ട്. അപ്പോൾ ഈ പ്രിയദർശിനി ബസ്സിന്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഓൾറെഡി 25% സ്ത്രീകൾക്ക് റിസർവ്ഡ് ആണ്. അപ്പോൾ ഓൾറെഡി പണം കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്ന പുരുഷന് ഇതിൽ റിസർവേഷൻ ഇല്ല. പകരം സ്ത്രീക്കാണ് അവിടെ റിസർവേഷൻ വരുന്നത്. അതായത് സൗജന്യമായി കയറുന്ന സ്ത്രീക്കാണ് അവിടെ റിസർവേഷൻ വരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാം പ്രിയദർശിനി ബസ്സുകളിൽ 90%-ലധികം സ്ത്രീകളാണ് കയറുന്നത്. അപ്പോൾ പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറുന്ന പുരുഷന് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും അതിനുള്ള സ്ഥലമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന പുരുഷന് ഇരിക്കാൻ ഉള്ള അവകാശം ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് നിൽക്കാൻ പോലും സ്ഥലം കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ സത്യത്തിൽ പുരുഷനായി പോയി എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്ക് ആകുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണോ നിങ്ങൾ പറയുന്ന തുല്യത അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങളോ വലിയ വലിയ തത്വങ്ങളൊക്കെ പറയുന്ന ഫെമിനിസത്തിന്റെ കാഴ്ചപ്പാടുകൾ? ഒരു സാധാരണക്കാരൻ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവന്റെ കാഴ്ചപ്പാടിൽ അവൻ എത്രയും പെട്ടെന്ന് അവന്റെ ഡെസ്റ്റിനേഷനിൽ എത്തണം. അതും അവൻ ഇരുന്ന് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഉള്ളിൽ കയറുമ്പോഴാണ് അവൻ അറിയുന്നത് അവനൊരു സാമൂഹ്യ പരിഷ്കർത്താവായി മാറുകയാണ് സ്വയം. അവൻ പോലും അറിയാതെ, കാരണം അവൻ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അവൻ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നിന്നുകൊണ്ട് പോവുകയാണ്. അപ്പോഴേ സ്ത്രീകൾക്ക് മുന്നേറ്റം ഉണ്ടാകുള്ളൂ എന്ന് അവൻ ആ സമയത്താണ് തിരിച്ചറിയുന്നത്. അടിപൊളി. പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കാശ് സേവ് ചെയ്യുന്ന കാശ് കൊണ്ട് കള്ളുടിക്കുമെന്നാണ് പലരും പറഞ്ഞത്. അതായത് നമ്മുടെ സർക്കാർ പലരും പറഞ്ഞത്, അതായത് പുരുഷന്മാരെല്ലാവരും കള്ളുടിയന്മാരാണ്, അവർക്ക് ഇത്തരത്തിൽ ഓഫർ ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്നാണ് സർക്കാർ പറയുന്നത്. വാവ്. ഇനി ഞാൻ ചില പ്രൈവറ്റ് ബസ്സുകളിൽ കണ്ട കാര്യം കൂടെ പറയാം. ചില പ്രൈവറ്റ് ബസ്സുകളിൽ 70% സീറ്റും റിസർവ്ഡ് ആണ്. അതിൽ സ്ത്രീകൾ വരുന്നുണ്ട്, സീനിയർ സിറ്റിസൺ വരുന്നുണ്ട്, ഡിസേബിൾഡ് പേഴ്സൺസ് വരുന്നുണ്ട്, അമ്മയും കുഞ്ഞും വരുന്നുണ്ട്. ബാക്കി 30% സീറ്റാണ് അൺറിസർവ്ഡ് സീറ്റ്സ് ഉള്ളത്. അപ്പൊ ആലോചിച്ച് നോക്ക്, അവിടെ പോലും അൺറിസർവ്ഡ് സീറ്റാണ്, പുരുഷന്മാർക്ക് അവിടെയും സീറ്റില്ല. അപ്പൊ ആ സീറ്റുകളിലും സ്ത്രീകൾക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ എവിടെയാണ് ഈ തുല്യത? അപ്പോൾ ഒരാള് ഒരു വ്യക്തി പുരുഷനെ ജനിച്ചത് അവന്റെ മിസ്റ്റേക്ക് ആണോ? അവൻ എവിടെയും ഒരു തരത്തിലുള്ള പ്രിവിലേജസ് ഇല്ല. ആക്ച്വലി പ്രിവിലേജ് വേണമെന്നൊന്നും പറയുന്നില്ല, തുല്യതയിലും കിട്ടിയാൽ മതി. ഇതിപ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് പുരുഷന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ടോണിൽ പറയുകയാണെങ്കിൽ മൈ ബർത്ത് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന് പറയുന്ന കൂട്ടത്തിലായി തുടങ്ങിയിട്ടുണ്ട് പുരുഷന്മാരുടെ അവസ്ഥ. അവൻ പുരുഷനെ ജനിച്ചത് അവന്റെ തെറ്റാണ്. അതാണ് ഇപ്പൊ സമൂഹവും സർക്കാരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാദം മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും സ്ത്രീകളെ പണ്ട് മുതലേ പുരുഷന്മാർ അടിച്ചമർത്തിയിരുന്നു, അവരുടെ അവകാശങ്ങൾ തിരിച്ചിരുന്നു. ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ ആണോ ഈ KSRTC ബസ്സിൽ ഫ്രീ ആയിട്ട് സ്ത്രീകളെ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ പുരുഷന്മാർ സ്ത്രീകളെ പീഡിപ്പിച്ച് കൊന്നിരുന്നു, അതിനുള്ള സൊല്യൂഷൻ ആണല്ലോ പ്രിയദർശിനി ബസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുത്ത് അവർ സ്ത്രീകളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോയി പുരുഷന്മാരെ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കയറ്റണം. ഇതിന്റെ എല്ലാത്തിനും പ്രോബ്ലംസ് ഇവിടെ സോൾവ് ആയില്ലോ. ഈ പറഞ്ഞ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇവരെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഇവരുടെ അവകാശങ്ങൾ അടിച്ചമർത്തിയ പ്രശ്നം തീർന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരെ അവർ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങൾ തീർന്നു. ഇതാണോ ഒരു ഫ്രീ ആയിട്ട് പദ്ധതി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം സോൾവ് ആവും? ഇത് സത്യത്തിൽ ഡിസ്ട്രാക്ഷൻ അല്ല നടക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് കൊടുക്കാതെ അവർ കുറച്ച് ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിന്റെ പിന്നാലെ പോകും, അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ ചോദിക്കുന്നവരെല്ലാം അതിന്റെ പിന്നാലെ പോകും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് ഒഴിവാക്കാം എന്നുള്ളൊരു ഡിസ്ട്രാക്ഷൻ മെത്തേഡ് അല്ലേ സർക്കാർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്?